നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് സർവാധിപതിയായി വാണിരുന്ന പിണറായി വിജയന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഓരോ ദിവസവും നേരിടേണ്ടി വരുന്നത് സമാനതകളില്ലാത്ത തിരിച്ചടികളും നാണക്കേടുമാണ്. ഇത്രയും കാലം കാണിച്ച അഹങ്കാരത്തിനും ധിക്കാരത്തിനും ജനങ്ങളും ഒപ്പം പുതിയ UDF സർക്കാരും നൽകിക്കൊണ്ടിരിക്കുന്നത് കരണത്തടിക്കുന്നത് പോലെയുള്ള പ്രഹരങ്ങളാണ്. CPM-ൽ നിന്നും പുറത്തുപോയി കോൺഗ്രസ് പിന്തുണയോടെ മത്സരിച്ച TK ഗോവിന്ദൻ, P കുഞ്ഞികൃഷ്ണൻ, G സുധാകരൻ എന്നീ 3 വിമതരും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയതാണ് പിണറായിക്കേറ്റ ആദ്യത്തെ കനത്ത പ്രഹരം. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ പിണറായി വിജയൻ പരസ്യമായി ചെറ്റ എന്ന് വിളിച്ച് ആക്ഷേപിച്ച അതേ G സുധാകരൻ ഇപ്പോൾ നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായി നിയമിതനായിരിക്കുന്നു. നിയമസഭയിൽ പുതിയ MLA-മാർക്കൊപ്പം ഈ സുധാകരന് മുന്നിൽ പിണറായി വിജയന് തല കുനിച്ച് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും എന്നത് തന്നെയാണ് കാലത്തിന്റെ ഏറ്റവും വലിയ കാവ്യനീതി. പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ജനങ്ങളെ എത്രത്തോളം ക്രൂരമായാണ് പീഡിപ്പിച്ചത് എന്നതിന്റെ തെളിവായിരുന്നു ആശാവർക്കർമാരുടെ സമരവും. മാസങ്ങളോളം കടുത്ത മഴയും വെയിലും കൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആ പാവം സ്ത്രീകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്ത് കിടന്നപ്പോൾ അവരുമായി ഒരു ചർച്ച നടത്താനോ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ പിണറായി സർക്കാർ അന്ന് തയ്യാറായില്ല. അന്ന് വെറും 1000 രൂപ കൂട്ടി നൽകിയിരുന്നെങ്കിൽ അവർ സമരം അവസാനിപ്പിച്ചു പോയേനെ. എന്നാൽ അവരെ വട്ടം ചുറ്റിച്ച ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപാണ് വെറും ഒരു 1000 രൂപ കണ്ണിൽ പൊടിയിടാൻ പിണറായി അനുവദിച്ചത്. എന്നാൽ UDF സർക്കാർ അധികാരമേറ്റു മണിക്കൂറുകൾക്കകം തങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ ആശാവർക്കർമാരുടെ ശമ്പളം 3000 രൂപയാക്കി ഉയർത്തിക്കൊണ്ട് പിണറായിയുടെ മുഖത്തടിച്ചതുപോലെയുള്ള ഉത്തരവാണ് VD സതീശൻ പുറപ്പെടുവിച്ചത്. ഒരു ഏകാധിപതിയെ പോലെ ജനങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ഒളിച്ചോടിയ ചരിത്രമായിരുന്നു പിണറായിയുടേത്. ജനങ്ങളെ പേടിച്ച് പിണറായി അടപ്പിച്ച് പൂട്ടിയിട്ട സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ് UDF സർക്കാർ അധികാരത്തിലെത്തിയ ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ തന്നെ VD സതീശൻ ഉത്തരവിട്ട് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. മാധ്യമപ്രവർത്തകർക്ക് സെക്രട്ടേറിയറ്റിൽ ഏർപ്പെടുത്തിയിരുന്ന അപ്രഖ്യാപിത വിലക്കുകൾ പുനഃപരിശോധിക്കുമെന്നും സതീശൻ വ്യക്തമാക്കി. ഇതിനെല്ലാം പുറമെയാണ് ആഡംബരത്തിന്റെ കാര്യത്തിൽ പിണറായിക്ക് ലഭിച്ച വലിയ തിരിച്ചടി. 40-ലധികം അകമ്പടി വാഹനങ്ങളുടെ വൻ വ്യൂഹവുമായി ജനങ്ങളെ വഴിയിൽ തടഞ്ഞിട്ട് പാഞ്ഞ പിണറായിയുടെ സ്ഥാനത്ത് തനിക്ക് വെറും 2 എസ്കോർട്ട് വാഹനങ്ങൾ മതിയെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി VD സതീശൻ പിണറായി വിജയനെ ജനങ്ങൾക്ക് മുന്നിൽ വീണ്ടും നാണം കെടുത്തിയിരിക്കുകയാണ്. ഭരണം പോയതോടെ പാർട്ടിക്കുള്ളിൽ നിന്നും പിണറായി വിജയനെതിരെ കടുത്ത വിമർശനം കൂടിയാണ് ഉയരുന്നത്. ജില്ലാ ഘടകങ്ങളിൽ നിന്നും താഴെത്തട്ടിലുള്ള സാധാരണ അണികളിൽ നിന്നും പിണറായിക്കെതിരെ കടുത്ത അമർഷമാണ് ഉയരുന്നത്. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പിണറായി മാറി നിൽക്കണമെന്നും അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി ഇരിക്കാൻ അനുവദിക്കില്ലെന്നുമാണ് സ്വന്തം അണികൾ ഇപ്പോൾ പരസ്യമായി ബഹളം വെക്കുന്നത്. അന്ന് നവകേരള സദസ്സിൽ തന്റെ ഗുണ്ടകളായ ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല തല്ലി പൊളിച്ചപ്പോൾ അതിനെ ജീവൻ രക്ഷാ പ്രവർത്തനമെന്ന് പറഞ്ഞ് ന്യായീകരിച്ച പിണറായിക്ക് സതീശൻ സർക്കാർ വന്നയുടൻ തന്നെ ആ കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ചതും വലിയ തിരിച്ചടിയായി മാറി. അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന് കരുതിയ പിണറായി വിജയന് സ്വന്തം പാർട്ടിയിൽ നിന്നും പുതിയ ഭരണകൂടത്തിൽ നിന്നും ഒരേ സമയം ഏൽക്കേണ്ടി വരുന്ന ഈ കരണത്തടികൾ ധിക്കാരത്തിന് ജനങ്ങൾ നൽകിയ അന്തിമ വിധി തന്നെയാണെന്ന് പറയേണ്ടി വരും.